കേരളത്തിന്റെ ഇന്നത്തെ കാലാവസ്ഥ പരിശോധിച്ചാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴയെത്തുന്നു എന്നാണ് വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. പ്രവചനമനുസരിച്ച് ഇന്ന് 4 ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാപ്പ് പരിശോധിച്ചാൽ കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നുണ്ട്. ഈ ജില്ലകളിൽ ഇടത്തരം ശക്തമായ മഴ ലഭിക്കും. മഴയ്ക്കൊപ്പം 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ ജനം ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. തീരദേശത്ത് ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ലെങ്കിലും കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. മഴയൊഴിയുന്നതോടെ താപനില വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ഇന്ന് ജില്ലകളിലെ താപനില എങ്ങനെയാകും എന്നതുകൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് അനുഭവപ്പെടുന്ന ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. എറണാകുളത്ത് ചൂട് സംബന്ധിച്ചുള്ള പ്രവചനം പരിശോധിച്ചാൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസുമാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോട് ഇന്ന് ചൂട് അല്പം കൂടുതലായിരിക്കും. ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കണ്ണൂരിൽ 32 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 24 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയുമായിരിക്കും.